തിരിച്ചു പോയി കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു ഒരു കല്യാണത്തിന് പോയത്. നമ്മുടെയൊക്കെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പുതിയ രീതിയിലുള്ള ന്യൂ ജെൻസിൻ്റെ കല്യാണം ഇങ്ങനെയൊക്കെയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും കൊച്ചും കൂടെയാണ് പോയത്. ഒരു റിലേറ്റീവാണ്, ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അവിടെ ഓഡിറ്റോറിയം എല്ലാം സജ്ജമായിരിക്കുകയാണ്, ആൾക്കാരും എല്ലാം വന്നിട്ടുണ്ട്. ഞാനും മോനും ഒക്കെ ഒരു സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എത്തി, കല്യാണത്തിന് സമയത്തിന് മുമ്പേ നേരത്തെ എത്തി, അതുകൊണ്ടാണ് കുറച്ച് ടൈമിംഗ് ഒക്കെ എടുത്ത്. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനൊക്കെ സൂപ്പറായിരുന്നു, ലൈറ്റിങ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അതായത് കണ്ടില്ലേ, പുതിയ രീതിയിലുള്ളതെന്ന് പറഞ്ഞില്ലേ, ആ പല്ലക്കുണ്ടായിരുന്നു. അത് ഒറിജിനൽ പൂവല്ല കേട്ടോ, പ്ലാസ്റ്റിക് മുല്ലപ്പൂവിൻ്റെ പല്ലക്കായിരുന്നു. നമ്മുടെയൊന്നും കല്യാണത്തിന് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാ കല്യാണമായിട്ടാണ് നമ്മുടെയൊക്കെ കല്യാണം നടന്നതും നമ്മുടെ ബന്ധുക്കളുടെ കല്യാണം നടന്നത്. ഇപ്പോഴത്തെ കല്യാണമൊക്കെ വെറൈറ്റിയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുഞ്ഞു ദിവസം കിട്ടി. എനിക്ക് കുഞ്ഞു പിള്ളേരെയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, കുഞ്ഞു ദിവസം എന്താ രസമെന്നറിയാവൂ. അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലായി എടുത്തു. നല്ല രസമായിരുന്നു. ഒന്ന് കണ്ടു നോക്കിയാൽ കുഞ്ഞാവേ, എന്താ ക്യൂട്ട് നോക്കിയാൽ, ആ ഡ്രസ്സിലൊക്കെ എന്താ രസം. അവൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കാനേ. അപ്പോൾ ഞാൻ അവിടെ പിടിച്ചിരുത്തി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. വീട് എവിടെയും ചോദിച്ചപ്പോൾ മറ്റേ നമ്മുടെ കോമഡി പറയുമ്പോൾ രാജുവിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട് അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു. അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കണമെന്നാണ് പറഞ്ഞത്. 4 വയസ്സായിരിക്കും, 4 വയസ്സിന് 4ാം ക്ലാസ്സിലെന്ന് പറഞ്ഞു. പക്ഷേ രസമുണ്ടായിരുന്നു, ഒരു രസമായിരുന്നു ആ മോള്. നിങ്ങളിനെ കണ്ടു നോക്കിയേ. അവൾക്ക് ആ പൂവിൻ്റെ സംശയമായിരുന്നു, അത് ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ, അതിനെ തൊട്ട് നോക്കണം. പല്ലക്കെന്ന് പറഞ്ഞില്ലേ, പല്ലക്കിൽ വെച്ചെന്ന് പോകുമായിരുന്നു. അങ്ങനെ ഇതാ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. എല്ലാത്തിനും തുടക്കം നമ്മൾ ദീപം തെളിയിച്ചിട്ടാണല്ലോ. ദീപം തെളിയിച്ച് അതൊക്കെ പണ്ടേ ഉള്ളത് തന്നെയാണ്, ദീപം തെളിയിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെണ്ണും കൂട്ടരും അവിടെ റെഡി ആയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണം. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു എന്നാൽ പണ്ടത്തെ കല്യാണത്തിന്, പണ്ടത്തല്ല ഞങ്ങളുടെ കല്യാണത്തിന് നമ്മളവിടെ ഒരുങ്ങി വെയിറ്റ് ചെയ്തിരിക്കും. അവർ വിളിക്കുമ്പോൾ തലപ്പുലിയായിട്ട് പോകും, അവിടെ ഇരിക്കും, കല്യാണം കഴിക്കും. ഇപ്പോഴത്തെ രീതി ഇതാ മാറുക, കണ്ടില്ലേ, പല്ലക്കിൽ രാജകുമാരി എന്നും പോലെയാണ് നമ്മുടെ നായിക അതാ പോവുകയാണ്. ഞാൻ വെച്ചാൽ അങ്ങനെ അങ്ങ് പോയി അങ്ങ് കയറുമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ട്രെൻഡിങ് ആയി. ഇതാ വീണ്ടും ഡാൻസ് ആയിരുന്നു. അവരും കല്യാണ പെണ്ണും കൂട്ടരും തമ്മിൽ ഡാൻസാണ്. ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ പാട്ടിടാൻ പറ്റാത്തതുകൊണ്ടാണ് അതിലെ പാട്ടിടാതെ, കോപ്പിറൈറ്റ് വന്നാലോ. അപ്പം കുഞ്ഞു പിള്ളേരും ഉണ്ട് കേട്ടോ അതിൽ. ഡാൻസിൽ സൂപ്പർ ഡാൻസ് ആയിരുന്നു. ഒന്ന് കണ്ടു നോക്കിയേ. അത് കഴിഞ്ഞ് എല്ലാവരും ആ മണ്ഡപത്തിലോട്ട് കയറുന്നത്. ചെക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണ ഏരിയയിലൊക്കെ പോകാം. താല്പര്യം എന്തായാലും ഉണ്ടാകും. നേരത്തെ താല്പര്യം കയറ്റുന്നത് എല്ലാവരും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കല്യാണ മണ്ഡപത്തിൽ കല്യാണം കണ്ടോ സീനുണ്ട്. ചോറിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം നമ്മൾ നോക്കി ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ചെക്കനും ഞെട്ടി കരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവന് പ്രതീക്ഷിച്ചാണ്. നമ്മൾ തിരിച്ച് കണ്ടിട്ടുണ്ട് ഈ ഷോട്ടിലൊക്കെ. പയ്യൻ പെണ്ണിന് കൊടുക്കുന്നതായിട്ടാണ് ആദ്യം കണ്ടിട്ടുള്ളത്. അടുത്ത സെക്ഷൻ എന്താ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷനാണ് സദ്യ. ഇതില്ലാതെ എന്ത് കല്യാണം അല്ലേ. ആദ്യം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക, എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ആദ്യം എന്താ കഴിക്കുന്നത്, ഉപ്പേരി വറ്റൽ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആഹാരം. അപ്പോൾ മോൻ പറഞ്ഞു സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണേ പറഞ്ഞേ. അങ്ങനെ സദ്യയിൽ വെയിറ്റിംഗ് ആണ്, ചോറിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടാങ്ങളും ഉണ്ട് കേട്ടോ. ഇഞ്ചിയും നാരങ്ങ, മാങ്ങ, കിച്ചടി, പലതരം കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, നെല്ലിക്ക കിച്ചടി, വെള്ളരിക്ക കിച്ചടി, തോരൻ, അവിയൽ, പപ്പടം, പഴം,
പെരിപ്പറ്റലും നാരങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. ചോറ് കഴിഞ്ഞാൽ അടുത്ത് പരിപ്പ് ഉടനെ അടുത്ത് കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത് നെയ്യ് വന്നാലേ കഴിക്കാൻ പറ്റും. ആ നെയ്യും കൂടെ വെച്ച് നമ്മുടെ പപ്പടത്തിനെ എടുത്ത് കുഴച്ചങ്ങ് ഒരു പിടി പിടിച്ചാലുണ്ട് എൻ്റെ സാറേ, ചുറ്റോളൊന്നും അറിയില്ലെന്ന് പറയില്ലേ. സൂപ്പർ സദ്യയായിരുന്നു. 3 കൂട്ടം പായസം ബോളി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വയർ വീക്ക് കഴിച്ചിട്ടാണ് ഇരുന്നത്. അടുത്ത് കഴിഞ്ഞും നമ്മുടെ പെണ്ണിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ വിളമ്പാൻ കൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു അവിടെ. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ മോനവിടെ ബോറടിച്ച് നമ്മുടെ മുകളിലൊക്കെ പോയി അവൻ ഒരു കളിയൊക്കെ കളിച്ചു, കുപ്പി എറിഞ്ഞ് കളി. ആദ്യമൊന്നും പറ്റിയില്ല കേട്ടോ, നമ്മൾ ശ്രമിച്ചാൽ എന്ത് നടക്കുമെന്നല്ലേ. അപ്പോൾ 2-3 വട്ടം ചെയ്തപ്പോൾ അവനത് പറ്റി. അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ നാടൻ വേഷത്തിലോട്ടായി. അടുത്ത് വേറൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ, അതൊരു രസമായിരുന്നേ. പിള്ളേരെ കളികൾ കണ്ടോ, എന്താ ക്യൂട്ടെന്ന് നോക്കി. അല്ല അങ്ങനത്തുള്ള കുട്ടികളല്ലേ. ഒരുപാട് സമയം എടുത്തു. പിന്നെ ചേട്ടൻ വരാൻ താമസിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് പോസ്റ്റായി ഇരിക്കുകയായിരുന്നു. ആ കൊച്ചിനെ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.